നമ്മൾ ഇപ്പോൾ ഉള്ളത് ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലാണ്. ഈ പ്രകൃതി ക്ഷേത്രം നിൽക്കുന്നത് കൊല്ലങ്കോട് നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയിട്ട് ഒരു 2-2.5 ഏക്കർ ഭൂമിയിലാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച ആൽമരങ്ങളാണ്, വർഷങ്ങളോളം പഴക്കമുള്ള ആൽമരങ്ങളാണ്. ഇടതൂർന്ന് നിൽക്കുന്ന വേരുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീ കറുപ്പുസ്വാമിയാണ്. ഇപ്പോൾ കറുപ്പുസ്വാമിയുടെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശബരിമല ശ്രീ അയ്യപ്പസ്വാമിയുടെ സഹായിയായിട്ട് ഭൂമിയിലെത്തിയ ശിവഭൂതമാണ് കറുപ്പുസ്വാമി എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കറുപ്പുസ്വാമി ശബരിമല ശ്രീ അയ്യപ്പൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. അപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ വരികയും അവരുടെ ഉദ്ദേശകാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇവിടെ ഈ നിലനിൽക്കുന്നത്. ഈ കറുപ്പുസ്വാമിയുടെ പ്രതിഷ്ഠ ഇരിക്കുന്നത് ഈ ആൽമരത്തിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പാടില്ല, പക്ഷേ എങ്കിലും ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ പ്രതിഷ്ഠ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ധാരാളം വരുന്ന ആളുകൾ പ്രാർത്ഥിച്ച് ഓരോ ഉദ്ദേശ കാര്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ ഈ ആൽമരത്തിൽ നോക്കിയാൽ അറിയാം, പല വീടിൻ്റെയും കാറ് പല സാധനങ്ങൾ അവർ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ഓരോ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നേർച്ചകളാണ് അത് അവർ ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത ഇവിടെ കാണാൻ കഴിഞ്ഞത് ധാരാളം നായകളാണ്. ഈ ചുറ്റുവട്ടത്ത് മുഴുവൻ നായകളാണ്, പക്ഷേ ഇതൊന്നും ആരെയും ഉപദ്രവിക്കുന്ന തരം നായകളല്ല. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വിശ്വാസികൾ വീടുകളിൽ വളർത്തുന്ന കോഴി, താറാവ്, ആട് മുതലായ മൃഗങ്ങളെ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരികയും കറുപ്പുസ്വാമിക്ക് മുമ്പിൽ തീർത്ഥം കൊടുത്ത് പൂജാവിധികൾക്ക് ശേഷം ഇവിടെ അടുത്തുള്ള ഈ ആൽമര ചുവട്ടിൽ ബലി നൽകുന്ന ഒരു രീതി. ഇവിടുത്തെ പ്രത്യേകത, ഒരു മിറാക്കിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ബലി നൽകിയതിന് ശേഷം ഈ ആൽത്തറയിൽ കാണുന്ന രക്തം അപ്രത്യക്ഷമായി പോകുന്നു എന്നുള്ളതാണ്. ബലിമൃഗത്തെ ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് പാചകം ചെയ്യുന്നു. അപ്പോൾ ഈ പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ തന്നെ ലഭ്യമാണ്. അപ്പോൾ ചെറിയ വാടകയ്ക്ക് പാത്രങ്ങൾ, ഗ്യാസ് എല്ലാം ഇവിടെ ലഭ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ വീടുകളിൽ നിന്ന് വിശ്വാസികൾക്ക് അത് യഥേഷ്ടം കൊണ്ടുവരാവുന്നതാണ്. പാചകം ചെയ്തതിന് ശേഷം ഭക്ഷണം ഈ ആൽത്തറയിൽ കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയും അതിനുശേഷം നേർച്ചയായിട്ട് ഭക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ ആചാരം. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലും ധാരാളം ഭക്തർ ദിനം പ്രതി വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. നിങ്ങൾ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, കൊല്ലങ്കോട് ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ നിങ്ങൾ വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് ശ്രീ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം.